ആകാശത്തു നിന്ന് ഭൂമിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ നീക്കം, അതും 10,000 കോടി രൂപയുടെ ഒരു മെഗാ പ്രോജക്റ്റ്. ആഗോള പ്രതിരോധ രംഗത്തെ വമ്പന്മാരായ ദസോ ഏവിയേഷനും ബോയിങ്ങും ബോംബാർഡിയറും ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെയാണ്. എന്താണ് നമ്മുടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ആഗോളതലത്തിൽ ഭാരതത്തിന്റെ ഈ പുതിയ നീക്കം ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനം ഒരു കിടിലൻ ട്വിസ്റ്റ് കാത്തിരിപ്പുണ്ട്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം ഇപ്പോൾ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗം മുന്നേറുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം പ്രതിരോധ അക്വിസിഷൻ കൗൺസിൽ അതിപ്രധാനമായ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകി. അതാണ് ഐ-സ്റ്റാർ പ്രോഗ്രാം. ലളിതമായി പറഞ്ഞാൽ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഘടിപ്പിച്ച 3 പ്രത്യേക വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന പദ്ധതി. ഇതിൻ്റെ ആകെ ചെലവ് വരുന്നത് ഏകദേശം 10,000 കോടി രൂപയാണ്. ഇത് സാധാരണ വിമാനങ്ങളല്ല. അതിർത്തി കടക്കാതെ തന്നെ ആകാശത്ത് നിന്നുകൊണ്ട് അതിർത്തിക്കപ്പുറത്തുള്ള ചലനങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും 200 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ കൃത്യമായി കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ്. വിവരങ്ങൾ തത്സമയം നമ്മുടെ നിയന്ത്രണ കേന്ദ്രങ്ങളിലേക്ക് കൈമാറുന്ന ഒരു അത്ഭുത സംവിധാനം തന്നെയാണിത്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കൾ ഈ കരാറിനായി ഇന്ത്യക്ക് മുന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയ എൻട്രി ആരുടേതാണെന്നറിയാമോ? നമ്മുടെ റഫേൽ വിമാനങ്ങൾ നിർമ്മിച്ച ഫ്രാൻസിന്റെ ദസോ ഏവിയേഷൻ. അവരുടെ ഏറ്റവും പുതിയ അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റായ ഫാൽക്കൺ 10X ആണ് അവർ ഇന്ത്യക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ദസോ ഏവിയേഷന് കടുത്ത വെല്ലുവിളിയുമായി കാനഡയുടെ ബോംബാർഡിയർ കമ്പനിയുടെ ഗ്ലോബൽ 6500 വിമാനവും ഒപ്പം അമേരിക്കൻ വമ്പന്മാരായ ബോയിങ്ങും രംഗത്തുണ്ട്. ഇന്ത്യ ആരെ തിരഞ്ഞെടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് ആഗോള വിപണിയിലെ പല സമവാക്യങ്ങളും മാറാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിദേശ വിമാനങ്ങൾ വാങ്ങിയാൽ അത് മേക്ക് ഇൻ ഇന്ത്യക്ക് തിരിച്ചടിയാകില്ലേ എന്ന്. അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മുടെ ഭാരത സർക്കാരിന്റെ കളി മാറുന്നത്. വിമാനം നമ്മൾ വിദേശത്ത് നിന്ന് വാങ്ങിയേക്കാം, പക്ഷെ അതിനുള്ളിൽ ഘടിപ്പിക്കുന്ന ബുദ്ധി അഥവാ അതിൻ്റെ അത്യാധുനിക സെൻസറുകളും റഡാറുകളും പൂർണ്ണമായും നമ്മുടേത് തന്നെ ആയിരിക്കും എന്നതാണ്. അതെ, നമ്മുടെ സ്വന്തം DRDOയുടെ കീഴിലുള്ള സെന്റർ ഫോർ എയർബോൺ സിസ്റ്റം CABS ആണ് ഈ വിമാനങ്ങൾക്കായുള്ള അത്യാധുനിക സെൻസർ സ്യൂട്ടുകൾ വികസിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യ തദ്ദേശീയമായി വിജയകരമായി വികസിപ്പിച്ച നേത്ര വിമാനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ സാങ്കേതിക വിദ്യയുടെ അടുത്ത തലമാണ് ഈ പുതിയ പദ്ധതിയിലൂടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. അതായത് വിമാനത്തിന്റെ ബോഡി വിദേശത്ത് നിന്ന് വരുമെങ്കിലും അതിന്റെ നിയന്ത്രണവും പ്രധാന സാങ്കേതിക വിദ്യയും പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ തന്നെയായിരിക്കും എന്നത് അഭിമാനത്തോടു കൂടി തലയുയർത്തി പറയാൻ സാധിക്കും. ഇനി നമുക്ക് ദസോ ഏവിയേഷന്റെ ഫാൽക്കൺ 10X എന്ന വിമാനത്തിലേക്ക് വരാം. ഈ വിമാനത്തിന് ഇന്ത്യയിൽ ഒരു പ്രത്യേക മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നാൽ ദസോ കമ്പനിക്ക് നിലവിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പങ്കാളിത്തമുണ്ട് എന്നതുകൊണ്ടാണ്. നാഗ്പൂരിലെ അവരുടെ സംയുക്ത നിർമ്മാണ യൂണിറ്റിൽ ഇപ്പോൾ തന്നെ വിവിധ വിമാനങ്ങൾ അല്ലെങ്കിൽ അവയുടെ ഭാഗങ്ങൾ ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വരുന്ന വർഷത്തോടെ പൂർണ്ണമായ വിമാനങ്ങൾ തന്നെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള പ്ലാനിലാണ് അവർ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു തന്ത്രപ്രധാന വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളും പിൽക്കാല പിന്തുണയും ഇന്ത്യയിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നതും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാനും സഹായകമാകും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പുതിയ തന്ത്രപ്രധാന നീക്കത്തിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ആകാശത്തോളം ഉയരുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ റഡാർ സംവിധാനങ്ങളും ഒന്നിക്കുമ്പോൾ ഭാരതത്തിന്റെ അതിർത്തികൾ മുൻപെന്നത്തെക്കാളും സുരക്ഷിതമാകുമെന്നതാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണവും ആത്മനിർഭർ ഭാരത് നയവും ഈ പദ്ധതിയിലൂടെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയുകയാണ്. ദസോ, ബോംബാർഡിയർ, ബോയിങ്, ഇതിലേത് വിമാനമായിരിക്കും ഇന്ത്യ ഒടുവിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.